നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ മേലു, നീ ചെട്ടിയാർ വീടിന്റെ അഭിമാനം കാത്തു. സന്തോഷായി. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷായി. നമ്മൾ ഈ സന്തോഷം ആഘോഷിക്കാൻ പോകുന്നു. ഈ നിമിഷം ഇവിടെ ഉണ്ടാവേണ്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ചന്ദ്രദാസ്. അയാളെ ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂർ പറഞ്ഞയച്ചിരിക്കുക. സാരമില്ല, ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞോളാം. പാണ്ഡിതുരേ, നാടാകെ പന്തലുയരണം, പൂക്കളും തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കണം. എവിടെ നോക്കിയാലും നമ്മുടെ അലമേലുന്റെ ഫ്ലെക്സുകള്. കരയടച്ച് ഒരാഴ്ച നീളുന്ന വിഭവസമൃദ്ധമായ സദ്യ. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഈ ആഘോഷം ശ്രീനാരായണപുരം ഗ്രാമം ഒരു ഉത്സവമാക്കണം. ഇവളിപ്പോ ഏതോ മാണിക്യമംഗലത്തെ ആതിരയല്ല. ചെട്ടിയാർ വീട്ടില് അലമേലു IAS. ആ പ്രൗഢി ആഘോഷത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും തെളിഞ്ഞു കത്തണം. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പേര് മാറ്റാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പാണ്ഡിതുരേ, താനെന്തെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യ്. വരട്ടെ. തൽക്കാലം ആഘോഷങ്ങളൊന്നും വേണ്ട. എന്താ മോളെ, നീ എന്തായി പറയുന്നേ? എക്സാമിന്റെ റിസൾട്ട് വന്നല്ലേ ഉള്ളൂ. ഇനി ഇന്റർവ്യൂവും വൈവയും ഒക്കെ ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ IAS കിട്ടൂ. അത് കഴിഞ്ഞു മതി ആഘോഷങ്ങളൊക്കെ. മോളെ, അത് വേണ്ട റുക്കു, അവളെ നിർബന്ധിക്കണ്ട. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല, ഈ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ എന്നാ മോളെ? അടുത്ത തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ചാ. തിങ്കളാഴ്ച എന്ന് പറയുമ്പോ 16-ാം തീയതി അല്ലേ? ഒരു കാര്യം ചെയ്യാം, കൂടെ ഞാനും വരാം. അവിടെ എനിക്ക് 1-2 ആവശ്യം കൂടിയുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് നടക്കട്ടെ. സന്തോഷായില്ലേ മോളെ? എന്നാ പിന്നെ എല്ലാരും പൊക്കോളൂ. വലിയ ആഘോഷം IAS കൈ കിട്ടിക്കഴിഞ്ഞിട്ട് എന്നാ ചെറിയ ആഘോഷമൊക്കെ നമ്മളിവിടെ നടത്തും. ഒരു താൽക്കാലിക സന്തോഷത്തിന്. അതാണ്. എന്താ, അത് വേണ്ടേ? പാണ്ഡിതുരേ, വാ. ദാക്ഷായണി, കടലപ്രഥമൻ തന്നെ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. വാ മോളെ. നീലക്കണ്ണുള്ള മാനേ, നീ എനിക്കുള്ളതാണേ. നീലക്കണ്ണുള്ള മാനേ, നിനക്കിണക്കിളി ഞാനേ. എനിക്കിണക്കിളി നീ, ഇനിയുള്ള യാത്രയിൽ
കുട്ടനാടിലെ കർഷകർ പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരമ്മക്കിളിയുടെയും കുഞ്ഞുങ്ങളുടെയും കഥ. അമ്മക്കിളിയും മക്കളും വയലിൽ കൂടുകൂട്ടി സുഖമായി ജീവിക്കുന്ന കാലം. കൊയ്ത്തുകാലം അടുത്തപ്പോൾ ഒരു ദിവസം ജന്മിയും കാര്യസ്ഥനും കൂടി വയൽവരമ്പിലെത്തി. ഈ നേരത്ത് അമ്മക്കിളി പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. കൊയ്യാൻ നാളെ പണിക്കാരെ ഇറക്കണമെന്ന് ജന്മി കാര്യസ്ഥനോട് പറയുന്നത് കിളിക്കുഞ്ഞുങ്ങൾ കേട്ടു. അവരാകെ ഭയന്നു വിറച്ചു. അമ്മക്കിളി തിരിച്ചു വന്നപ്പോൾ അവരാ വിവരം പറഞ്ഞു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അമ്മക്കിളി അവരെ ആശ്വസിപ്പിച്ചു. അമ്മക്കിളി പറഞ്ഞതുപോലെ പിറ്റേന്നൊന്നും സംഭവിച്ചില്ല. പക്ഷേ അന്നും ജന്മിയും കാര്യസ്ഥനും വയൽവരമ്പിലെത്തി. കാര്യസ്ഥനോട് നാളെ വയൽ കൊയ്യണമെന്ന് ജന്മി പറയുന്നത് കിളിക്കുഞ്ഞുങ്ങൾ ഞെട്ടലോടെ കേട്ടു. കഥയറിഞ്ഞ അമ്മക്കിളി അന്നും അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷേ പിറ്റേ ദിവസം കിളിക്കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യം കേട്ട് അമ്മക്കിളി പറഞ്ഞു, ഇനി നമ്മൾ പേടിക്കണം. ഇന്ന് രാത്രി തന്നെ നമുക്കിവിടുന്ന് താമസം മാറണം. കിളിക്കുഞ്ഞുങ്ങൾ അമ്മയോട് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ? നാളെ ഞാൻ തന്നെ വയൽ കൊയ്യാൻ ഇറങ്ങുമെന്ന് കാര്യസ്ഥനോട് ജന്മി പറഞ്ഞു അത്രേ. ഞാൻ പറഞ്ഞ കഥയുടെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? കാര്യം നടക്കണമെങ്കിൽ അവനവൻ നേരിട്ടിറങ്ങണം. ആരെയും ഒന്നും ഏൽപ്പിച്ചാൽ ഒന്നും നടക്കില്ല. ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. കളിക്കളത്തിലേക്ക് വിശ്വനാഥൻ നേരിട്ടിറങ്ങും. എന്നാലേ കളി കൊഴുക്കൂ. കാഴ്ചക്കാരന് ഹരമുണ്ടാകൂ. ചേച്ചി, അതെ, അപ്പുറത്തെ ഏട്ടനും അനിയനും തമ്മിൽ വലിയ ഗൂഢാലോചന നടക്കും. എന്തുവാടി? ഞാൻ എല്ലാം ഒന്നും കേട്ടില്ല. എന്നാലും ഏതോ അമ്മക്കിളിയുടെ കഥ വിശ്വട്ടൻ ഹരിക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മക്കിളിയുടെ കഥയോ? ആ, വലിയ ഉപദേശമാ. പണ്ട് ഈ മഹാഭാരതത്തില് ശ്രീകൃഷ്ണൻ അർജുനന് ക്ലാസ് എടുത്തില്ലേ? ഭഗവത്ഗീത അതുപോലെയാ. ഓ, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പല്ലേ? സംശയം എന്താ? കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയല്ലേ നമ്മളിപ്പോ ആസ്വദിക്കുന്നത്. പടപ്പുറപ്പാട് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഒരു കഥ മാത്രമല്ല അമ്മക്കിളിക്കുള്ളത്, ഒരുപാട് കഥകളുണ്ട്. യുദ്ധം ജയിക്കാൻ അതിലേത് കഥയും നമ്മൾ പയറ്റും. പണ്ട് പാടലിപുത്രത്തിൽ ഒരു ചന്ദനമരത്തിന് ചുവട്ടിലെ പൊത്തിൽ ഒരു ഭീകര വിഷസർപ്പം ജീവിച്ചിരുന്നു. സർപ്പത്തിന്റെ വിഷം കൊണ്ട് ആ ചന്ദനമരത്തിന്റെ ഇലയും പൂവും ശിഖരവും എല്ലാം കറുത്തുപോയിരുന്നു. ഒരിക്കൽ കഥയറിയാതെ ഒരു അമ്മക്കിളി ആ മരത്തിന്റെ മുകളിൽ കൂടുവെച്ച് മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി. തീറ്റ തേടി അമ്മക്കിളി പുറത്തുപോയ തക്കം നോക്കി സർപ്പം കുഞ്ഞുങ്ങളെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. പ്രതികാര ദുർഗയായ അമ്മക്കിളി നേരെ പറന്നു ചെന്ന് രാജകുമാരിയുടെ വൈരമാല കൊത്തിയെടുത്തുകൊണ്ടുവന്ന് സർപ്പത്തിന്റെ പൊത്തിലിട്ടു. കിളിയെ പിന്തുടർന്നു വന്ന രാജകിങ്കരന്മാർ സർപ്പത്തെ തല്ലിക്കൊന്ന് മാല വീണ്ടെടുത്തു. കഥ എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല കഥ. ഈ കഥയിലെ അമ്മക്കിളിയും കുഞ്ഞുങ്ങളെയും മനസ്സിലായി, സർപ്പത്തെ മാത്രം പിടികിട്ടിയില്ല. സർപ്പം